നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ദില്ലിയിലാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ഇന്ന് വൈകുന്നേരം നടക്കുകയാണ്. നിർണായകമായ പല തീരുമാനങ്ങളും പ്രവർത്തക സമിതി യോഗത്തിലുണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരാനിരിക്കുന്നത് KPCC അധ്യക്ഷനെ സംബന്ധിച്ചാണ്. ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയാണ്. മന്ത്രിയായതിനു ശേഷം തനിക്ക് സംഘടനാപരമായ ഈ സ്ഥാനം വഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വൈദ്യുതി വകുപ്പാണ് പ്രത്യേകിച്ചും സണ്ണി ജോസഫിൻ്റെ കയ്യിലുള്ളത്. അവിടെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് മാറി പാർട്ടിയുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സണ്ണി ജോസഫിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ MP-യോ MLA-യോ അല്ലാത്ത ഒരു മുഴുവൻ സമയ KPCC അധ്യക്ഷന് വേണമെന്ന നിലപാട് അല്ലെങ്കിൽ അങ്ങനെയൊരു ആവശ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കുവച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും തൻ്റെ സ്ഥാനമൊഴിയാൻ തയ്യാറായി നിൽക്കുകയാണ്. മന്ത്രിസ്ഥാനം കിട്ടിയതോടുകൂടി അദ്ദേഹവും തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഒരു KPCC അധ്യക്ഷനെ എത്രയും വേഗം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്നാൽ അതാര് എന്ന ചോദ്യം അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും ഒരു പേര് സെലക്ട് ചെയ്യുക എന്ന ദൗത്യം അത് കോൺഗ്രസിൽ വളരെയധികം പ്രയാസമാണ്. കാരണം ഒട്ടനവധി പേരുകൾ ഇതിനോടകം തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെ അദ്ദേഹം തന്നെ സ്വയം ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് വളരെയധികം സീനിയോറിറ്റി ഉള്ള ഒരു നേതാവാണ്. ദീർഘകാലമായി പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ ആഗ്രഹവുമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അടക്കമുള്ള പലരെയും ഇദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനാകാൻ തനിക്ക് യോഗ്യതയുണ്ട് എന്ന് അദ്ദേഹം സ്വയം ഹൈക്കമാൻഡിനെ അറിയിക്കുകയായിരുന്നു. ബെന്നി ബെഹന്നാൻ KPCC അധ്യക്ഷനായി വരും എന്ന് A ഗ്രൂപ്പിന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊരു ആഗ്രഹം A ഗ്രൂപ്പിനുണ്ട്. മാത്യു കുഴൽനാടൻ KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം KC വേണുഗോപാൽ പക്ഷക്കാരനാണ് എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ജോസഫ് വാഴയ്ക്കനെയും ഈ സ്ഥാനത്തേക്ക് ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്നത് ജോസഫ് വാഴയ്ക്കനെയാണ്. ഇത് കൂടാതെയും ചില പേരുകൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇത്രയധികം നേതാക്കന്മാരിൽ നിന്നും ഒരാളെ KPCC അധ്യക്ഷനായി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ പണിയാണ്. കാരണം ഈ നേതാക്കന്മാരെയെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. V.D. സതീശന് ഒരു നോമിനി ഉണ്ടാകും, KC വേണുഗോപാലിന് മറ്റൊരു നോമിനി ഉണ്ടാകും, രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റൊരു നോമിനി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇവിടെ ഉണ്ടായ വലിയ തർക്കങ്ങൾ, വടംവലി എല്ലാം നമ്മൾ കണ്ടതാണ്. അതേ അധികാര വടംവലി KPCC അധ്യക്ഷനെ നിർണയിക്കുന്നതിലും ഉണ്ടാകും എന്നുറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനമോ തനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനം തനിക്ക് വേണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞെന്നിരിക്കും. കാരണം KC വേണുഗോപാൽ വളരെയധികം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി അടുത്ത വ്യക്തിയാണ്. ഏറ്റവും അധികം MLA-മാരുടെ പിന്തുണയുള്ള വ്യക്തിയായിരുന്നു KC വേണുഗോപാൽ. പക്ഷേ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് KPCC അധ്യക്ഷൻ്റെ അല്ലെങ്കിൽ KPCC അധ്യക്ഷനായി വരുന്ന ഒരാൾ തൻ്റെ നോമിനി ആയിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ ചിന്തയും മറിച്ചാവില്ല. ഏറ്റവും അധികം സീനിയോറിറ്റിയുള്ള ഒരു നേതാവായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ. അതുകൊണ്ട് തന്നെ തനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടും. അത് KC വേണുഗോപാലും V.D. സതീശനും തമ്മിലുള്ള തർക്കം മുറുകുമ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല പരിഗണിക്കപ്പെട്ടേക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം പോയത് V.D. സതീശനാണ്. അതുകൊണ്ട് താൻ നിശ്ചയിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പദവികൾ വേണം എന്ന് രമേശ് ചെന്നിത്തലയും ആഗ്രഹിക്കുന്നുണ്ടാകും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ആരുടെയെങ്കിലും പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ ഇക്കാര്യത്തിൽ V.D. സതീശനും പറയാനുണ്ട്. മുഖ്യമന്ത്രി പദം തന്നിലേക്ക് വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ പാർട്ടിക്കും സർക്കാരിനും പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. പാർട്ടിയും സർക്കാരും ഒത്തൊരുമിച്ച് തോളോട് തോൾ ചെയ്ത് പ്രവർത്തിച്ചില്ല എങ്കിൽ തീർച്ചയായും പ്രതിപക്ഷം അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ മുതലെടുക്കും. നമുക്കറിയാം LDF ആണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. CPM-ഉം CPI-യും മറ്റ് ഘടകകക്ഷികളുമെല്ലാം കണ്ണും കാതും കൂർപ്പിച്ചിരിപ്പാണ്.
ഏതൊരു ആരോപണമുണ്ടായാലും പാർട്ടിയും സർക്കാരും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലോ ഏകോപനത്തിലെ പ്രശ്നങ്ങളുണ്ടായാലോ അത് പിടിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് വേഗം സാധിക്കും. രാഷ്ട്രീയമായി അവർക്കത് മുതലാക്കാനും കഴിയും. അതുകൊണ്ട് സർക്കാരുമായി ഒത്തുപോകുന്ന, തന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു KPCC അധ്യക്ഷനായിരിക്കണം അവിടെ വരേണ്ടത് എന്നാണ് ഒരുപക്ഷെ വി ഡി സതീശൻ പറഞ്ഞിരിക്കുക. അദ്ദേഹം ഏതെങ്കിലും ഒരു പേര് മുന്നോട്ട് വച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പേര് അദ്ദേഹം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അധികാര വടംവലി KPCC അധ്യക്ഷനെ സംഘടിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നതിലും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ തർക്കമാണ് ഇപ്പോൾ നേരെ ദില്ലിയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ദില്ലിയിലെത്തിയിരിക്കുന്നു. KC വേണുഗോപാൽ നേരത്തെ തന്നെ ദില്ലിയിലുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഈ കാര്യം ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പാണ്. അതിനു മുമ്പ് KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഇപ്പോൾ VD സതീശൻ KC വേണുഗോപാലിനെ കണ്ടിരിക്കുന്നു. ദില്ലിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വച്ചിട്ടാണ് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആരായിരിക്കണം KPCC അധ്യക്ഷൻ എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ചർച്ചകൾ നടന്നത്. ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC നേതാക്കളോട് കേരളത്തിലെ നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നതിനാൽ അന്ന് ഈ KPCC അധ്യക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾ നേതൃതലത്തിൽ നടന്നില്ല. കേരളത്തിലെത്തിയ AICC പ്രതിനിധികളാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നേതാക്കന്മാരുമായി നടത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ദില്ലിയിലെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കണ്ട് KPCC അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ തൻ്റെ അഭിപ്രായം അറിയിക്കുക എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം. പക്ഷേ ആ ഉദ്ദേശം നടന്നില്ല. ദില്ലിയിൽ എല്ലാ നേതാക്കന്മാരും പാർലമെൻറ്റ് അലങ്കോലപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. പാർലമെൻറ്റിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുന്നിലേക്ക് ധർണയിരിക്കാൻ പോവുകയായിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ പോകുന്ന വഴിക്ക് കയ്യിൽ കിട്ടിയവരെയെല്ലാം അദ്ദേഹം കൂടെ കൂട്ടി. അങ്ങനെ എതിരെ വരികയായിരുന്ന കേരള മുഖ്യമന്ത്രി VD സതീശനെയും അദ്ദേഹം ആ സമരത്തിന് കൂടെ കൂട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ VD സതീശൻ്റെ യാത്ര പാഴായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഹൈക്കമാൻഡിനെ അറിയിക്കേണ്ടുന്നതായ കാര്യങ്ങളൊന്നും തന്നെ അന്ന് അറിയിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമ്മേളനത്തിന് മുന്നോടിയായി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനും ദില്ലിയിലെത്തുകയും ദില്ലിയിലെ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്യുമ്പോൾ അന്ന് നടക്കാതെ പോയ ചർച്ചകളായിരിക്കും ഇന്ന് നടക്കുക. പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞയുടൻ കേരളത്തിലെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നൊന്നും കരുതാൻ കഴിയില്ല. പക്ഷേ ഹൈക്കമാൻഡും അതുപോലെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടൊക്കെ ഒരു അഭിപ്രായ ഐക്യം ഇക്കാര്യത്തിൽ രൂപപ്പെടാനുള്ള സാധ്യതയെല്ലാമുണ്ട്. ഘടകകക്ഷികളുമായി ഈ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് സംഘടനാ തലത്തിൽ നടന്നുകൊള്ളുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായാലും ഇന്നത്തെ ദില്ലി യാത്ര, മുഖ്യമന്ത്രിയുടെയും ചെന്നിത്തലയുടെയും ദില്ലി യാത്ര, ദില്ലിയിലെ കൂടിക്കാഴ്ചകൾ, അതെല്ലാം അതീവ നിർണായകമായി മാറുകയാണ്. ആരാണ് KPCC അധ്യക്ഷൻ എന്നറിയാൻ ഇനി എത്ര ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നതും അറിയില്ല. എന്തായാലും ചർച്ചകൾ ദില്ലിയിൽ സജീവമാണ്.